ധൂപമാണ് വിട്ട് പുകയ്ക്കുന്നത് ധൂപപീഠത്തിലാണ്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? 4 മൂലകളുള്ള ധൂപപീഠം ലോകത്തിന്റെ 4 കോണിലുള്ള സകല ജനത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ വരുന്ന പുക ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. തൊട്ടടുത്തുകൊണ്ട് 7 തിരിയിട്ട നിലവിളക്ക്, 7 തട്ടുള്ള നിലവിളക്ക്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം യേശുവിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ പുക ഏക മധ്യസ്ഥനായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ഈ അപ്പം യേശു ക്രിസ്തു അപ്പത്തെ സൂചിപ്പിക്കുന്നു. ഈ യാഗപീഠം യേശു ക്രിസ്തു എന്ന യാഗമൃഗത്തെ സൂചിപ്പിക്കുന്നു. ഈ യാഗത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. എല്ലാം യേശുവിനെ സൂചിപ്പിക്കുന്നത്. ഇത് തൊട്ടപ്പുറത്തോട്ടുള്ള കാര്യമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ സൗന്ദര്യക്കാർക്ക് എല്ലാം പ്രശ്നമാണ്. എന്തുകൊണ്ട്? ധനകുമാർ നിയമപ്പെട്ടക, ദൈവത്തിന്റെ 10 കൽപ്പനയിൽ കുറിച്ചിരിക്കുന്ന നിയമപ്പെട്ടകമുണ്ട്. അപ്പൊ ഈ ആലയത്തിൽ ചെല്ലുന്ന, ശ്രദ്ധിച്ചോളെ, ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാധാന്യം എന്താണ്? ആലയത്തിൽ ചെല്ലുന്ന ഒരുവൻ ആദ്യം യാഗപീഠം കാണുന്നു, പിന്നീട് താമ്രത്തൊട്ടി കാണുന്നു, പിന്നീട് കാഴ്ചപ്പം വെച്ചിരിക്കുന്ന മേശ, പിന്നീട് ധൂപപീഠം, പിന്നീട് നിലവിളക്ക്, പിന്നീട് ദൈവത്തിന്റെ സിംഹാസനമാകുന്ന 10 കൽപ്പനകൾ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടകം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം. ആദ്യം ഒരു പാപി എവിടെ വരണം? കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ വരണം, യാഗപീഠത്തിന്റെ ചുവട്ടിൽ വരണം. അവിടെ വന്ന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ താമ്രത്തൊട്ടിയിൽ സ്നാനപ്പെടണം. സ്നാനം, മാനസാന്തരം, സ്നാനം. സ്നാനപ്പെട്ട് കഴിഞ്ഞാലോ ഈ തിരുവചനമാകുന്ന അപ്പം, കാഴ്ച വെച്ചിരിക്കുന്ന മേശ, തിരുവചനമാകുന്ന ഈ അപ്പം എല്ലാ ദിവസവും ഭക്ഷിക്കണം. എന്നിട്ടോ ധൂപപീഠം എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നിട്ടോ നിലവിളക്ക് യേശു ക്രിസ്തുവാകുന്ന ലോകത്തിന്റെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കണം. എന്നിട്ടോ ദൈവസിംഹാസനം, ദൈവത്തിന്റെ 10 കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടക്കണം. അത് ആലയത്തിന്റെ പ്രാധാന്യം. ആലയത്തിൽ വരുന്ന ഒരുവൻ ഇതെല്ലാം കാണും. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ 73 സങ്കീർത്തനത്തിൽ ആസാഫ് ഒത്തിരി സംശയം ഉണ്ടായി. എന്തോ സംശയം ഉണ്ടായത്? 73 സങ്കീർത്തനം നിർത്തി വായിച്ചാട്ടെ. ദൈവം ഇസ്രായേലിലെ നിർമ്മല ഹൃദയമുള്ളവർ തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം. അടുത്ത വാക്യം ഞാൻ പറഞ്ഞ അതിന് കൂടെ വായിക്കരുത്, വാക്യം വായിക്കാവും. നോക്കിയേ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരം അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം ചുരുട്ടിയിരിക്കുന്നു. അവർ മനുഷ്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതും മാലയായി ചുറ്റിയിരിക്കും. അവരുടെ കണ്ണുകൾ ഊന്നി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഉന്നതഭാവത്തോടെ അവർ വായി ആകാശത്തോളം അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. എന്തുവാ ഈ ഭൂമിയിലെ ദുഷ്ടന്മാരെല്ലാം ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ടു നിൽക്കുന്നു, ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മറ്റു മനുഷ്യരെ പോലെ ഒരു കഷ്ടവും പ്രയാസവും ഇല്ല. പ്രാർത്ഥനയ്ക്ക് പോണ്ട, ഊട്ടാനിക്ക് പോണ്ട, ആരാധനയ്ക്ക് പോണ്ട, ഒരു കുഴപ്പമില്ല. ആസാമിന് സംശയിക്കും, ഞാൻ ഈ പാവപ്പെട്ടവൻ ഇവിടെ കിടന്ന് പരസ്യങ്ങളുടെ പ്രദേശത്ത് കിടന്ന് കഷായിക്കുക. കർത്താവേ, എന്തെല്ലാം പ്രതികൂലങ്ങളാ, എന്തെല്ലാം പ്രതിസന്ധികളാ, എന്തെല്ലാം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളാ. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് കാര്യം മനസ്സിലായില്ല. അവസാനം ഉത്തരം കിട്ടിയപ്പോഴാണ് അറിയാമോ? 17ാമത്തെ വാക്യം വായിച്ചു നോക്കിയ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴിവഴുപ്പിൽ നിർത്തുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നപ്പോഴാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരപ്പെടി കിട്ടിയത്. ദുഷ്ടന്മാർ ഇങ്ങനെ പ്രബലരായിരിക്കുന്നത് എന്തുകൊണ്ട്? അവന്റെ അവസാനം എന്താണ്? ഇപ്പൊ ഇവിടെ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവസാനം ഒരു നന്മ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നന്മയെ പോകുന്ന പല പുള്ളികളും അവസാനം പെടും. എന്താണ്? നിശ്ചയമായി അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു. അവർ അത്ര ക്ഷണത്തിൽ ശൂന്യമായി
നമ്മുടെ ആലയത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ ആലയത്തിൽ വരുമ്പോഴാണ് പല ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടുന്നത്. ജീവിതത്തിലെ കഷ്ടതയിൽ, ജീവിതത്തിന്റെ പ്രതികൂലത്തില് നമ്മൾ ഞരങ്ങി, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൽ അനുഭവത്തോടെ കടന്നു വന്ന ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ, ദൈവദാസൻ ഇവിടെ നിന്നുകൊണ്ട് തിരുവചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകും. നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ വിടുതലുകൾ നടക്കും. അടുത്ത കാലത്ത് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഒരമ്മ വന്നു. വർഷങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാ മാസവും പ്രാർത്ഥനയുണ്ട്. ഒരു മാസം എന്നെ സാക്ഷ്യപ്പെടും. ഞാൻ ഞെട്ടിപ്പോയി. ഈ അമ്മാവ വന്ന സമയത്ത് അമ്മാവയ്ക്ക് ഒരു ശാരീരിക രോഗം, സീക്രട്ടായിട്ട് രോഗം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ആരുടെ പറയാൻ പറ്റാത്ത രോഗമായിരിക്കാം. അത് പറഞ്ഞില്ല. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അമ്മാവയും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ ആ കൂട്ടായ്മയിൽ വെച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ രോഗം പൂർണ്ണമായിട്ട് മാറി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുതിട്ട് പറയാണ്, ഞാൻ ആദ്യം വന്നപ്പോഴേ എന്റെ പ്രശ്നത്തിന് നമ്മുടെ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ദൈവജനം ഒരുമിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ കൂടി ആരാധിക്കുമ്പോൾ ദൈവം തന്റെ വാത്സല്യം അയച്ച് അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവില് വീണ്ടും നയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിന് ഒത്തിരി പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മള് എല്ലാ വിശുദ്ധ ദിവസത്തിലും ഓടി ദൈവാലയത്തിൽ നിന്ന് കാരണമല്ല, ഇവിടെ എല്ലാ സന്തോഷ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രബോധങ്ങളുണ്ട്, ഇവിടെ ആനന്ദമുണ്ട്. ഏത് മാനസിക സംഘർഷത്തോടെ കടന്നു വരുന്ന വ്യക്തി ഇവിടെ വന്നിരുന്ന് ഒന്ന് കൈകടിച്ച് നന്നായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് തിരുവചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രശ്നത്തിന് വിടുതലാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പാടി പ്രാർത്ഥിക്കുക വേണം. വന്ന് കൈ കെട്ടി വായി കൂട്ടി അല്ലാതെ ഇരുന്നിട്ട് പോകരുത്. അല്ലേ? നമ്മളെങ്ങനെ പാടുന്നേ? കൈ പിടിച്ച് പോകണല്ലേ? 47 സംഘത്തിൽ 1-ാം വാക്യത്തെ വായിക്കുന്നത്, സകല ജാതികളുമായുള്ളവരെ വായിച്ചിട്ടില്ല. സകല 47-1 സങ്കീർത്തനം 47-1 സകല ജാതികളുമായുള്ളവരെ കൈ കെട്ടുകയും നമ്മൾ സാധാരണ നമ്മുടെ ചായമാരെ അമ്മമാരെ മനസ്സിലാക്കുന്നതിനെ കൈ കൈ കെട്ടി വിളിക്കുന്നത്, വായി തുറന്നില്ല, പാട്ടും പാടുന്നത്. ഞാൻ എടുത്ത കാലത്ത് എന്റെ സ്ഥലത്ത് പ്രാർത്ഥന വെച്ചു. ഒരു 5-6 പുരുഷന്മാരുണ്ടായിരുന്നു. എല്ലാം വന്നാണ് ഇങ്ങനെ എന്തൊന്നിനും വന്നയാണ്. എനിക്ക് എന്നെ പിടികിട്ടിയില്ല. അവസാനം ഞാൻ പാടി നിർത്തി. പാസ്റ്റർമാർ ഉൾപ്പെടെ വന്നിരിക്കുക വായി കൂട്ടി. ഞാൻ അടിപൊളിയല്ലേ? എന്തിനാണ് ഈ അവസരത്തിൽ വരുന്നത്? ദൈവത്തെ ആരാധിക്കാനാ, വാർത്ത പാടണം, അല്ലേ? 2 കൈ തന്നിട്ടുണ്ട്. എന്തിനാ? സകല ജാതികളുമായുള്ള കൈ കെട്ടാനാണോ? അല്ല, കൈ കൊട്ടുകയും ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുകയും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു നന്നായിട്ട് കൈയടിച്ചാൽ ഗുണമല്ലോ. കൈയടിച്ചാൽ കൈയടിച്ചാൽ ഗുണമുണ്ടോ? ബട്ട് എന്താ ഗുണം? ഞാൻ എടുത്ത കാലത്തെ ഞങ്ങളുടെ വീട്ടില് സന്ദർശനത്തിന് ചെന്നു. അവിടെ ചെന്നപ്പോ പാവയ്ക്ക പോലൊരു സാധനം അവിടെ വെച്ച്. പാവയ്ക്ക കണ്ടിട്ടുണ്ടോ? ഇവിടെ പാവയ്ക്ക എന്ന് പറയുന്നത് ആ പാവയ്ക്ക. അതിനകത്തോണ്ട് ചില മുള്ളു പോലെ ചില സാധനങ്ങൾ പാവയ്ക്ക ഇല്ലയോ? ഉണ്ട്. അതുപോലെ സാധനം വെച്ചിരുന്നു. പിന്നെ ചതുരത്തിനൊരു സാധനം, അതിനകത്ത് ചില മുള്ള്. എന്താ മാമേ? അത് പാസ്റ്റേ, ഇന്നിവിടെ
ഒരു ഡോർ ടു ഡോർ ബിസിനസ്സുകാരൻ വന്ന് തന്നിട്ട് പോയതാണ്. അപ്പൊ എനിക്ക് വാദമൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞു ഈ പാവയ്ക്ക പോലുള്ള സാധനം എല്ലാ ദിവസവും ഞാൻ ആക്കണം. അപ്പൊ ഈ കൈക്കകത്ത് ചില ഉദ്ദീപന കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഈ കൊണ്ടുവന്ന സാധനം കൊണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ രോഗങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി ശാരീരിക രോഗങ്ങൾ മാറും. പിന്നെ ഈ ചലനം പോലെ വെച്ചിരുന്ന സാധനത്തിനകത്ത് ചെരുപ്പ് പോയിട്ടിട്ട് കയറി ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഇങ്ങനെ 25 പ്രാവശ്യം ഇങ്ങനെ നിൽക്കണം. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് കൈയടിച്ചാൽ ഭാവിയെ പേടിക്കേണ്ട, വഴുതനയും വാങ്ങിക്കേണ്ട. അല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് സകല ജാതികളുമായുള്ളവരെ കൈ കൊട്ടുവീൻ. ഇവിടെ പല പള്ളിയിലും പാസ്റ്റർമാർ ഉൾപ്പെടുന്ന കൊട്ടകന്ന ഞാൻ പോയ പല പള്ളിയിലും കുട്ടികൾ എന്നെ ഇവിടെ ഓടിച്ചിട്ടുണ്ട് ആളുകൾ ഈ പൊട്ടുന്നതിന്റെ കാരണത്താൽ. നോക്കിക്കേ, വചനം പറയുന്നു സകല ജാതികളുമായുള്ളവരെ കൈ കൊട്ടുവീൻ. ഇപ്പൊ ദൈവത്തെ നന്നായിട്ട് ആരാധിക്കണം. അപ്പൊ ഈ ആയിരത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ആയിരത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നത് ആലയത്തിലാണ്. അതുകൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? ഞാനോ അങ്ങയുടെ കൃപയുടെ മുഹൂർത്തത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ അങ്ങനെയുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പൊ ആലയത്തിലേക്ക് ചെന്ന് ആരാധിക്കും. 27 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞാൻ യഹോവയോട് ഈ കാര്യം അത് തന്നെ ഞാൻ യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആലയം എത്ര മനോഹരം. 84 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് എന്താണ്? അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ അല്ലെ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ എന്റെ യഹോവയുടെ ആലയത്തിന്റെ വാതിൽ അകത്ത് കയറിയില്ലെങ്കിലും വേണ്ടിയല്ല, വാതിൽ കാക്കാനെങ്കിലും ഒരു അവസരം നോക്കിക്കേ. അപ്പൊ ദൈവത്തിന്റെ ആലയം എത്ര മനോഹരം, ദൈവത്തിന്റെ ആലയം എത്ര വിലപ്പെട്ടത്. എങ്ങനെ ആരാധിക്കണം? ദൈവാലയത്തിലേക്ക് ചെന്ന് ആരാധിക്കണം. ഒരു പോയിന്റ് പിടിയിട്ട് ചെയ്യും. നീ 2 വായിക്കാം. ഞാൻ എങ്ങനെ ആരാധിക്കണം? 5 സങ്കീർത്തനത്തിലെ 7ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആലയത്തിലേക്ക് ചെന്ന് അങ്ങനെയുള്ള ഭക്തിയോടെ വെറുതെ ആരാധിച്ചാൽ പോരാ, ഭക്തിയോടെ ആരാധിക്കും. എങ്ങനെ ഭക്തിയോടെ ആരാധിക്കുന്നത്? ഇന്നത്തെ ലോകം ഭക്തിയുള്ള കാലമാണോ? അതോ പള്ളിക്കാരിൽ കയറിയാൽ ഒച്ചയും മുളം ഉണ്ടാകും അല്ലേ? വീട്ടിലാവുമ്പോൾ ഒച്ചയും മുളം ഉണ്ടാകും, വഴക്കുണ്ടാകും. നമ്മുടെ ഇവിടെ അല്ല, പല സ്ഥലങ്ങളിലും ശാസ്ത്രം അടിയുണ്ടാകും അല്ലേ? ഞങ്ങളെ ഉരുട്ടി ചോദിക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾ വരുന്നത് ഞാൻ വലിയ വിടുതലാണെന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടാത്ത കുരുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ പഠിപ്പിക്കുന്ന ആളായിട്ട് ഉണ്ടാകാറ് ആകെ അടി കുറവാകും. അങ്ങനെയല്ല ആരാധിക്കേണ്ടത്. ഭക്തിയോടെ ആരാധിക്കണം. ചോദിക്കുന്നെങ്കിൽ അത് ചോദിക്കുന്നതിന് വേണ്ടിയില്ല, പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ച് മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി കൊടുക്കണം. ഭക്തിയോടെ ആരാധിക്കണം. ഇന്നത്തെ കാലഘട്ടം മീഖ 7:2-4 വരെ. ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വായിച്ചാട്ടെ. മീഖ 7:2-4 വരെ. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് മീഖ 7:2-4 വരെ. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ദൈവമുള്ളവൻ ആരും. അയ്യോ, ഇന്നത്തെ കാലഘട്ടം വളരെ ഭക്തിയില്ലാത്ത കാലഘട്ടമാണ്. അയ്യോ, പണ്ട് കാലത്തുള്ള ഭക്തി ഇന്നുണ്ടോ? ഞാൻ ആലോചിക്കട്ടെ, എൻ്റെ അമ്മച്ചി വലിയ കൃഷിമാരൊക്കെ പള്ളിയിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, പുളിച്ചൊരുങ്ങി രാവിലെ വളരെ ഭയഭക്തിയോടെ ദൈവാലയത്തിൽ ചെന്ന് വരുന്ന ദൈവത്തെ ആരാധിക്കുന്ന കാലഘട്ടം. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഭക്തിയില്ലാത്തൊരു തലമുറയുണ്ട് അല്ലെ? പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കാലഘട്ടമായിരുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം അതിൽ 2-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ഇടയിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്താൽ ന്യായം
ലോകത്തിന്റെ കാലത്ത് സ്വതവും ഗോമോറ പട്ടണങ്ങളെ ഭസ്മീകരിച്ച, ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച, മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദുഷ്ടമാക്കി വെച്ചു. ഇപ്പൊ പണ്ടത്തെ കാലവും അത്ര ഗുണമുള്ള കാലമല്ലായിരുന്നു. ഇന്നത്തെ കാലം അതിനേക്കായി മാറ്റേണ്ട കാലം. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ ചെറുപ്പകാലത്ത് ജനങ്ങൾക്കുണ്ടായിരുന്ന ഭക്തി ഇന്നില്ല അല്ലെ. അന്ന് ഭാഷമാരോട് സംസാരിക്കാൻ വളരെ ബഹുമാനത്തോടെ സംസാരിക്കും. ഇവിടെ പള്ളിയിൽ ഞാൻ മതോപള്ളിയിലായിരുന്നു. അച്ഛന്മാരോട് സംസാരിക്കുന്നത് ബഹുമാനത്തോടെ. ഇന്ന് അച്ഛൻ്റെ ഓളം അല്ലേ, ഭാഷയുടെ കല്ല് പള്ളിയിൽ ബഹുമാനമുണ്ടോ? ഇല്ല. ഈ ഒരു സാധനമാണോ വരുന്നത് അല്ലേ? പ്രസംഗിക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലാതെ മെസ്സേജ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക, ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തലമുറ ഭക്തി കണ്ട ലോകം. തിരുവചനം പറയുന്നു, ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുമത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. നമുക്ക് ഭക്തിയുണ്ടോ? പരീക്ഷകൊടുക്കാറുണ്ട്. ഞാൻ ടെസ്റ്റ് എഴുതാൻ പോവാം. ഉപദ്രവിക്കരുത്. ശ്രദ്ധിച്ചോ, 2 മനുഷ്യർ പരസ്യകൂട് പള്ളിയിൽ ആരാധിക്കാൻ പോകും. ഒന്നാമത്തവൻ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നവിടെയിരുന്നു. അവിടെ എത്താൻ വേണ്ടി വന്നിട്ടുള്ള കാര്യമൊക്കെ വന്നിട്ട് സംസാരിച്ചു. ഇവിടെ ശരി വാസ്തവൻ ആ പിള്ളേരെ പാട്ട് പാടാം. പുള്ളിയുടെ കയ്യിൽ മൊബൈൽ പാട്ട് പാടിക്കൊണ്ടോ മൊബൈലിനകത്ത് ഫോൺ ആരും വിളിച്ചു. പുള്ളി മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവിടെ മരത്തിന്റെ മുകളിൽ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വന്നിരുന്നു. കുറെ കഴിയുമ്പോൾ വീണ്ടും ആരും വിളിച്ചു. വീണ്ടും ഫോണെടുത്ത് പുറത്ത് പോയി. കുറെ ദിവസം നേരം സംസാരിച്ചു. പിന്നെ പ്രസംഗം നടന്നുകൊണ്ടിരുന്നു. അപ്പോഴും എന്തെങ്കിലും കോളുകൾ വന്ന് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ കുട്ടിയിരുന്നു. തിരുവത്താഴം ഉണ്ടായിരുന്നു. ആ തിരുവത്താഴം വാങ്ങിച്ച് കഴിച്ചു. വീട്ടിലേക്ക് പോയി. പുള്ളിയുടെ ആരാധന കഴിഞ്ഞു. രണ്ടാമത്തെ പള്ളിയിൽ വന്നു. പുള്ളി പ്രസംഗം കേട്ടിട്ടുള്ളതുകൊണ്ട് ഈ ലേവ്യ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ശബ്ദങ്ങൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും അവിടെ ചെരുപ്പൊക്കെ പുറത്ത് കൂടി മാറ്റുകയും. കേട്ടോ, ഇവിടെ ആരെങ്കിലും തോന്നുന്നില്ല. എല്ലാവരും ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. ചെരുപ്പ് കൂടി ദൂരെ മാറ്റി വെച്ചു. ഭയഭക്തിയോടെ പള്ളിയിൽ കയറിയിരുന്നു. പ്രാർത്ഥനയോടെ വിളിക്കുന്നു. പാട്ടുകൊണ്ട് പാടി. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം താഴ്ന്ന് പാടുകയാണ്. 1000 1000 ഈ വരികളങ്ങോട്ട് പാടിയപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. എന്താ കാരണം? ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇത് നടത്തിയ വഴികൾ, ഒരു കാലത്ത് പട്ടിണിയും പരിവട്ടമായി കഴിഞ്ഞിരുന്ന ആളുകളിൽ ദൈവം നടത്തിയ വഴികൾ, ഒരു കാലത്ത് ഉടുതുണിക്കും മാതുറിയില്ലാത്ത കാലഘട്ടത്തിൽ ഇന്ന് ധാരാളം വസ്ത്രം നൽകി ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന പാട്ട് കേട്ടപ്പോൾ അറിയാതെ കണ്ണു പറഞ്ഞു. മൊബൈൽ ഫോൺ വന്നപ്പോഴേ സൈലന്റ് ആക്കിയത്. അതുകൊണ്ട് കൂടെ പുറത്തേക്ക് പോടേണ്ടി ആരോ വിളിക്കരുത്. പള്ളി കഴിഞ്ഞ് എടുക്കുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം പോയത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും പുള്ളി സൈലന്റ് ആക്കി വെച്ചു. അറിയാതെ കടന്നു പോയി. പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പല വാചകങ്ങളും കേട്ടു. ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, എന്റെ കുറവുകളാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ട് പുള്ളി മാനസാന്തരം ഉണ്ടായി. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ട്, എന്റെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഇനി ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല. നല്ല തീരുമാനമുണ്ട്. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ ഒഴുകിയ തിരുരക്തത്തിന്റെ പ്രതീകമായ വീഞ്ഞ്, യേശുക്രിസ്തുവിന്റെ കാൽവരി കുലക്കളത്തിൽ കൊടുക്കപ്പെട്ട ശരീരത്തിന്റെ പ്രതീകമായ അപ്പമൊക്കെ ഭക്ഷിച്ചപ്പോൾ അറിയാതെ പറയാതെ കൈകൊണ്ട് അത് വാങ്ങിച്ചത്. കാരണം അത്രമാത്രം യേശു ലഭിച്ച ത്യാഗത്തെ ഓർത്തപ്പോൾ അറിയാതെ തന്നെ ഉള്ളം തേങ്ങിപ്പോയി. തിരുവത്താഴ ശുശ്രൂഷയിൽ ഭയഭക്തിയോടെ പങ്കെടുത്ത് സന്തോഷത്തോടെ നല്ല തീരുമാനത്തോടെ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഇതിൽ ഒന്നാമത്തവൻ ആരാധന എല്ലാ ആഴ്ചയിലും നടന്നു വെച്ച ചടങ്ങ്. രണ്ടാമത്തവൻ ആരാധന ഓരോ ആഴ്ചയിലും ഒരു പുതിയ അനുഭവം. നമ്മുടെ ഏതുകൊണ്ടുള്ളവര് ഭാഷയുടെ ദിവസം
ഇവിടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട്. തമ്പുരാൻ നോക്കുക എത്ര പേര് വരുന്നുള്ളത് അല്ലേ? ഞാൻ വചനം പറയുന്നു, ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പൊ എങ്ങനെ ആരാധിക്കണം? ദൈവസന്നിധിയിൽ വളരെ ഭക്തിയോടെ ആരാധിക്കും. ഈ കാലം വളരെ വിടക്ക് പിടിച്ച കാലഘട്ടമാണ്. ഈ അന്ത്യകാലത്ത് ഭക്തി കെട്ട ആളുകളുണ്ടാകും. യൂദയുടെ പുസ്തകത്തിൽ വായിക്കാൻ സമയം അന്ത്യകാലത്ത് ഭക്തിയുക്ത മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ എന്നോട് പറഞ്ഞു. അന്ത്യകാലത്ത് ഭക്തി കെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അഹങ്കാരികൾ ഉണ്ടാകും. നമ്മുടെ പരസ്യപ്പെടുകാരാട്ടത്തിൽ ഉൾപ്പെടരുത്. ദൈവത്തിന്റെ സ്തോത്രം അല്ലേ? ശരിക്കുള്ള ഭക്തി എന്താ? വചനം പറയുന്നത് യാക്കോബ് 1:27 പറയുന്നത് ശരിക്കുള്ള ഭക്തി പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താനുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും അല്ലേ? അങ്ങനെയുണ്ട് കേട്ടോ. പള്ളി കാണിക്കുന്ന ഭക്തി മാത്രം പോരാ, പിന്നെ ശരിക്കുള്ള ഭക്തിയുടെ വേറെ പോകാം. ഈ ഭക്തി പ്രവൃത്തിയിൽ വരണം. അതാ പറഞ്ഞിരിക്കുന്നത് ശരിക്കുള്ള ഭക്തി അനാഥരെയും ജോലിയൊക്കെ കിട്ടി ശമ്പളം കിട്ടി കഴിയുമ്പോൾ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് ഇരിക്കട്ടെ മരുന്ന് ആവശ്യം. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. പിന്നെ ലോകത്താലുള്ള കളക്കം പറ്റാത്തവണ്ണം നമ്മൾ തന്നെ കാത്തുകൊള്ളണം. അതാണ് ഭക്തി. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒന്ന് ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കണം. 2 ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഇനി 103 സങ്കീർത്തനം അതിലെ 1 മുതൽ 2 വരെ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പൊ എങ്ങനെ ആരാധിക്കണം? ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട്. ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ടോ? എന്തോ ഉപകാരം നമുക്ക് ചെയ്തേക്കുന്നത്? എന്തോ അങ്ങനെ വലിയ ഉപകാരമൊന്നും ചെയ്തിട്ടില്ല മാസ്റ്റർ. ഞങ്ങൾ ചിലപ്പോൾ ഓർമ്മയുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല അല്ലേ? സങ്കീർത്തനക്കാരൻ ഉത്തരവുണ്ട്. 116 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അദ്ദേഹത്തിന്റെ ഉപകാരത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ നോക്കി വായിച്ചു നോക്കിയേ. 116 സങ്കീർത്തനം 7-8 ജന്മനെ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്യും. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ആ ഉപകാരം അല്ലേ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. മിക്കവാറും തീർന്നു പോകുന്ന ഡോക്ടർമാര് പറഞ്ഞതാ അല്ലേ? പ്രാർത്ഥിക്കാമെന്ന് ഉപദേശി പറഞ്ഞു, ഇവിടെ ശവപ്പെട്ടി വരാൻ സാധ്യതയുണ്ടെന്ന്. എന്നിട്ട് ഇന്ന് വായിച്ചോടിയിരിക്കുന്നു. കാരണം അവിടെ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഞാനിവിടെ പ്രസംഗിച്ചതിന്റെ കാരണം അതുകൊണ്ട് ഈ കിംസ് ഹോസ്പിറ്റലിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കിടക്കുന്ന എന്നെ തട്ടിപ്പോത്തോടെന്ന് പറയുന്നത് നാട്ടുകാരുണ്ട്. അങ്ങനെ പ്രാണനെ മരണത്തിൽ നിന്നോ, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ, എന്റെ കാലിനെ നമ്മുടെ ഫലത്തിൽപ്പെട്ട ഒരു വീണ് അല്ലേ എഴുതുന്നത്. നമ്മുടെ തൊട്ടടുത്ത 2 നമ്മുടെ ഒരു പാസ്റ്റർ ഒരു സഹോദരനുണ്ട്, ജോയൽ സാർ, അറിയാവുന്നവരുണ്ടല്ലോ. വാഹനം പിടിച്ച അദ്ദേഹത്തിന് അരയ്ക്ക് താഴ്വശം തളർന്ന് എഴുതി നടക്കാൻ കഴിയാതെ കിടക്കും.